ഈ യാത്രയിൽ വഴി കാട്ടുവാൻ തെളിയൂ പൊൻദീപമേ. ഈ ജീവിതം ശുഭമാക്കുവാൻ കനിയൂ വരദായക. നീ ഭയം മഹിയിൽ നായക. ഈ യാത്രയിൽ വഴി കാട്ടുവാൻ തെളിയൂ പൊൻദീപമേ. ഈ ജീവിതം ശുഭമാക്കുവാൻ കനിയൂ വരദായക. നിന്റെ നാമം വാഴ്ത്തപ്പെടേണം, നിന്റെ രാജ്യം വരേണം. നിന്റെ നാമം വാഴ്ത്തപ്പെടേണം, നിന്റെ രാജ്യം വരേണം. നിന്റെ ഉള്ളം സ്വർഗത്തിലെ പോൽ മണ്ണിലും വന്നിടേണം. ഈ യാത്രയിൽ വഴി കാട്ടുവാൻ തെളിയൂ പൊൻദീപമേ. ഈ ജീവിതം ശുഭമാക്കുവാൻ കനിയൂ വരദായക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഈ ദിവ്യബലിയിൽ നമ്മുടെ പരേതരായ സഹോദരങ്ങൾ ഫിലോമിന തൈപ്പറമ്പിൽ, ആൻ്റണി തറേപ്പറമ്പിൽ, ജേക്കബ് ആശാരിപ്പാടം, ബി ആൻ്റണി ബംബ്ലാശ്ശേരി, കർമിലി കൈതവളപ്പിൽ, ജോർജ് വിരോണി നടിപ്പറമ്പിൽ, ഇവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം 2ാം ജന്മദിനം ആഘോഷിക്കുന്ന വള്ളനാട് അയാന് വേണ്ടി നന്ദിയോടെ ഈ ഒരു കുടുംബം നിയോഗം സമർപ്പിക്കുന്നു. ഈ കുഞ്ഞിന് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് തൻ്റെ 12 അപ്പോസ്തലന്മാരെ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് അയക്കുന്ന സംഭവമാണ് നമ്മൾ വായിച്ച് കേൾക്കുക. നമ്മൾ സുവിശേഷത്തിൽ എവിടെയൊക്കെ പോകണം, എങ്ങനെ സുവിശേഷം പ്രഘോഷിക്കണം, എന്തൊക്കെയാണ് നിങ്ങൾ നേരിടേണ്ടി വരിക എന്നൊക്കെ കൃത്യമായിട്ട് കർത്താവ് അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സുവിശേഷം രേഖപ്പെടുത്തുന്നത് കർത്താവ് അവരെ 2 പേര് വീതം അയച്ചു എന്നാണ്. 2 പേര് വീതം. നമ്മൾ നിയമാവർത്തന പുസ്തകം 19-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഈ ഒരു 2 പേരുടെ സാക്ഷ്യത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഒരു യഹൂദ പാരമ്പര്യം, ഒരു ബൈബിളിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ ഒരു സാക്ഷ്യം, ഒരു കാര്യം അത് സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് സത്യമാണോ എന്നറിയുവാനായിട്ട് 2 പേരുടെ സാന്നിധ്യം ആവശ്യമാണ്. ആ ഒരു സാക്ഷ്യത്തിന് വേണ്ടി ആയിരിക്കാം ഈ 2 പേരായിട്ട് ഈശോ ശിഷ്യന്മാരെ അയച്ചത് എന്ന് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. എന്നിരുന്നാലും അതിനപ്പുറമായിട്ട് ഒരു ആത്മീയമായ ബലം നൽകുന്ന ഒരു സാന്നിധ്യമാണ് മറ്റൊരാളുടെ സാന്നിധ്യം. അത് കർത്താവ് ഉറപ്പാക്കുന്നുണ്ട്. ഒരു ആത്മീയമായ ബലം നൽകുന്ന, ഒറ്റയ്ക്ക് പോകുമ്പോൾ തളർന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടെ ഒരാൾ വേണം എന്ന് കർത്താവ് നിർബന്ധമായിട്ടും അറിയിക്കുന്ന ഒരു കാര്യമാണ്. ആത്മീയമായ കൂട്ട് അത് എല്ലായിടത്തും അത് എപ്പോഴും ഫലദായകമാണ്. നമ്മളൊരു സന്യാസ വൈദിക ജീവിതത്തിൽ ആത്മീയമായ കൂട്ടുകളെക്കുറിച്ച്, അല്ലെങ്കിൽ വിശുദ്ധരുടെ ജീവിതത്തിൽ ആത്മീയമായ കൂട്ടുകളെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് ഫ്രാൻസിസ് അസീസിയെയും ക്ലാരയെയും കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ആത്മീയമായിട്ട് ശക്തിപ്പെടുത്തുന്ന വിശുദ്ധരുടെ കൂട്ടായ്മകളെക്കുറിച്ച് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ആത്മീയ ജീവിതത്തിൽ എപ്പോഴും ഒരു കൂട്ട് ആവശ്യമാണ്, ശക്തിപ്പെടുത്തുന്ന കൂട്ട് ആവശ്യമാണ്.
ആത്മീയ ജീവിതത്തിൽ മാത്രമല്ല, വൈദിക സന്യാസ ജീവിതത്തിൽ മാത്രമല്ല, ദാമ്പത്യ ജീവിതത്തിലും ഈ ഒരു കൂട്ട് നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും ദാമ്പത്യ ജീവിതങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് ഭാരമേറിയതായിട്ട് മാറുന്നത്. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, അവൻ ഒറ്റയ്ക്കായിരിക്കുന്നത് നല്ലതല്ല. അതൊരു ദാമ്പത്യ ജീവിതത്തിലേക്കുള്ള ഒരു വിളിയുടെ സൂചനയാണെങ്കിൽ പോലും ഒരു ആത്മീയ ജീവിതത്തിലേക്കുള്ള വിളിയുടെ സൂചന കൂടിയാണ്. ഒറ്റയ്ക്കായിരിക്കുന്നത് നല്ലതല്ല. ആത്മീയമായിട്ട് ഒറ്റയ്ക്കായിരിക്കുവാനായിട്ട് പരിശ്രമിക്കാതെ കുറെ കൂടി ഒരു ആത്മീയമായി ശക്തിപ്പെടുത്തുന്ന ഒരു കൂട്ട് നമുക്കുണ്ടായിരിക്കുവാനായിട്ട് പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ശക്തിപ്പെടുത്തുന്ന ഒരു കൂട്ടായിട്ട് നമ്മൾ മാറുവാനായിട്ട് പരിശ്രമിക്കണം. ഇങ്ങനെ നമുക്കൊരു കൂട്ട് വേണം, നമ്മളും ഒരു കൂട്ടായിട്ട് ആത്മീയമായൊരു കൂട്ടായിട്ട് മാറാനായിട്ട് പരിശ്രമിക്കാം. അപ്രകാരം പരസ്പരം ബലപ്പെടുത്തുന്ന വലിയ ശക്തിയുടെ നിറമായിട്ട് നമ്മൾ ഓരോരുത്തരും മാറട്ടെ. അതിനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ഈ ദിവ്യബലിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങളൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടും വന്നുപോയ തെറ്റുകളെ ഓർത്ത് അവിടത്തോട് ആത്മാർത്ഥമായിട്ട് മാപ്പ് പറഞ്ഞുകൊണ്ടും വിശുദ്ധിയോടെ ഈ ബലി നമുക്ക് ആരംഭിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ പരിപാലനം അതിൻ്റെ സംവിധാനത്തിൽ ഒരിക്കലും പരാജയമടയുന്നില്ലല്ലോ. ഞങ്ങൾ അങ്ങയോട് കേണപേക്ഷിക്കുന്നു, എല്ലാ തിന്മകളും അകറ്റുകയും ഞങ്ങളുടെ ക്ഷേമത്തിനുള്ളതെല്ലാം നൽകുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ നിന്ന്. മരണമടുത്തപ്പോൾ ദാവീദ് പുത്രൻ സോളമനെ അടുത്ത് വിളിച്ച് ഇപ്രകാരം നിർദ്ദേശിച്ചു: മർത്യന്റെ പാതയിൽ ഞാനും പോകുന്നു. ധീരനായിരിക്കുക, പൗരുഷത്തോടെ പെരുമാറുക, നിന്റെ ദൈവമായ കർത്താവിൻ്റെ ശാസനകൾ നിറവേറ്റുക. മോശയുടെ നിയമത്തിൽ എഴുതിയിട്ടുള്ളതുപോലെ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും സാക്ഷ്യങ്ങളും അനുസരിക്കുകയും ചെയ്യുക. നിന്റെ എല്ലാ പ്രവൃത്തികളും ഉദ്യമങ്ങളും വിജയമണിയും. നിന്റെ സന്താനങ്ങൾ നേർവഴിക്ക് നടക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എൻ്റെ മുമ്പിൽ വിശ്വസ്തരായി വർത്തിക്കുകയും ചെയ്താൽ നിന്റെ സന്തതി ഇസ്രയേലിൻ്റെ സിംഹാസനത്തിൽ നിന്ന് അറ്റുപോവുകയില്ല എന്ന് കർത്താവ് എന്നോട് അരുൾ ചെയ്ത വാഗ്ദാനം നിറവേറ്റേണ്ടതിന് നീ അവിടുത്തെ അനുസരിക്കുക. ദാവീദ് മരിച്ചു. അവനെ സ്വനഗരത്തിൽ അടക്കം ചെയ്തു. അവൻ ഇസ്രായേലിൽ 40 വർഷം ഭരിച്ചു. 7 വർഷം ഹെബ്രോണിലും 33 വർഷം ജെറുസലേമിലും പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ സോളമൻ
ആരൂഢനായി. അവൻ്റെ രാജ്യം സുപ്രതിഷ്ഠിതമായി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, അങ്ങ് സമസ്തവും ഭരിക്കുന്നു. കർത്താവെ, കർത്താവേ, അങ്ങ് സമസ്തവും ഭരിക്കുന്നു. അങ്ങ് സമസ്തവും ഭരിക്കുന്നു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദാവീദ് പറഞ്ഞു, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ, അങ്ങ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. കർത്താവെ, കർത്താവേ, അങ്ങ് സമസ്തവും ഭരിക്കുന്നു. അങ്ങ് സമസ്തവും ഭരിക്കുന്നു. കർത്താവെ, മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔന്നിത്യവും അങ്ങയുടേതാകുന്നു. ആകാശത്തിലും ഭൂമിയിലുള്ളതെല്ലാം അങ്ങയുടേത്. കർത്താവെ, കർത്താവേ, അങ്ങ് സമസ്തവും ഭരിക്കുന്നു. അങ്ങ് സമസ്തവും ഭരിക്കുന്നു. കർത്താവെ, രാജ്യം അങ്ങയുടേത്. അങ്ങ് എല്ലാറ്റിൻ്റെയും അധീശനായി സ്തുതിക്കപ്പെടുന്നു. സമ്പത്തും ബഹുമാനവും അങ്ങാണ് നൽകുന്നത്. കർത്താവെ, കർത്താവേ, അങ്ങ് സമസ്തവും ഭരിക്കുന്നു. അങ്ങ് സമസ്തവും ഭരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടി. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു 12 പേരെ അടുത്തു വിളിച്ച് 2 പേരെ വീതം അയക്കുവാൻ തുടങ്ങി. അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു. അവൻ കൽപ്പിച്ചു, യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും, അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. ചെരുപ്പ് ധരിക്കാം, 2 ഉടുപ്പുകൾ ധരിക്കരുത്. അവൻ തുടർന്നു, നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടെ വിട്ടുപോകുന്നതുവരെ ആ വീട്ടിൽ താമസിക്കുവിൻ. എവിടെയെങ്കിലും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്കുകൾ ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുതപിക്കണമെന്നും പ്രസംഗിച്ചു. അനേകം പിശാചുകളെ പുറത്താക്കി അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ പൂജാവേദിയിൽ നാഥ, ഒരു കാണിക്കയായി ഞാനീകാം. മമ മനവും കോടിക്കീനാവും കരുണുരുകും എൻ വേദനയും. ഈ പൂജാവേദിയിൽ നാഥ, അർച്ചനയാകുന്നോരപ്പം അപ്പമായതും നിൻ വരത്താലേ. ഞാനാകുന്നൊരീ സത്യം, ഞാനായതും നിൻ കരത്താലേ. അപ്പമർപ്പിക്കുമ്പോൾ തവ പാതേ, ഞാനാവുന്നതില്ലാമേക. ഈ പൂജാവേദിയിൽ നാഥ, ഒരു കാണിക്കയായി ഞാനീകാം. മമ മനവും കോടിക്കീനാവും കരുണുരുകും എൻ വേദനയും. ഈ പൂജാവേദിയിൽ നാഥ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേ കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട്
സമ്പൂജ്യമായ അൾത്താരയിലേക്ക് കാഴ്ചകളുമായി ഞങ്ങൾ ഓടിയണയുന്നു. ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന അങ്ങേ കൃപയാൽ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന അതേ രഹസ്യങ്ങളാൽ ഞങ്ങൾ സംശുദ്ധരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടി. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ ശരീരം ധരിക്കുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി സമസ്തവും അങ്ങ് സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും മരണമില്ലായ്മ ചെയ്യുവാനും ഉദ്ധാനം വെളിപ്പെടുത്തുവാനും വേണ്ടി പീഡാസഹന വേളയിൽ അവിടുന്ന് കൈകൾ വിരിച്ച് മരണം വരിച്ചു. ആകയാൽ മാലാകമാരോടും സകല വിശുദ്ധരോടും കൂടെ അങ്ങേ മഹത്വം ഞങ്ങൾ പ്രകീർത്തിച്ചുകൊണ്ട് ഒരേ സ്വരത്തിൽ ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം
അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക സന്യസ്ത അൽമായ ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഇന്ന് ഈ ലോകത്ത് നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങേ ദാസരെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശമായി അവിടത്തോടൊന്നായി തീർന്ന ഇവരെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനുമായ ഭാഗ്യപ്പെട്ട യൗസേപിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിനോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്കിപ്രകാരം ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച്
ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടി. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. തിരുശരീരവും തിരുരക്തവും എന്നെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കുന്നതായിട്ട്. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. എൻ്റെ യേശുവേ, അങ്ങ് ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരയണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ പുത്രൻ്റെ ശരീരരക്തങ്ങളാൽ അങ്ങ് പരിപോഷിപ്പിക്കുന്ന ഞങ്ങളെ അങ്ങേ ആത്മാവാൽ നയിക്കണമേ. അങ്ങനെ വാക്കാലും നാവാലും മാത്രമല്ല, പ്രവൃത്തിയാലും സത്യത്താലും അങ്ങേക്ക് സാക്ഷ്യമേകി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടി. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ.
ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചരമറിയിപ്പ്. 2ാം യൂണിറ്റ് അംഗമായ PP ജോർജ് പുത്തമ്പുരയ്ക്കൽ നിര്യാതനായി. മൃതസംസ്കാര കർമ്മം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് നടത്തപ്പെടുന്നു. പരേതൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് 2ാം ജന്മദിനം ആഘോഷിക്കുന്ന വള്ളനാട് അയാന് പ്രത്യേകമായിട്ട് ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസവും ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.